ലോക്കോ പൈലറ്റ് സംഘബന്ധു വൈഭവ് ഭാരതിയുടെ നേതൃത്വത്തിൽ രണ്ടാം പൊതുസഭയും ശ്രേഷ്ഠ വന്ദനവും കൊല്ലത്ത് നടക്കുന്നു. കൊല്ലം SNDP ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. തത്സമയം വിദ്യ നേടി പ്രബുദ്ധരാവുക എന്ന് പറയുമ്പം വെറുതെ ശക്തരായാൽ പോരാ, വിദ്യയും കൂടി നേടണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രബുദ്ധരാവണം. അപ്പൊ ഏതായാലും ഈ ഒരു പ്രസ്ഥാനം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ, സംഘടന ഉണ്ടാകുമ്പോൾ ആദ്യം അത് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പറയുക. തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന്, തങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തരേണ്ടതുണ്ട് എന്ന് ഉറക്കെ ആവശ്യപ്പെടുകയും അവകാശങ്ങളെക്കുറിച്ച് അതിശക്തമായി വാദിക്കുകയും അത് നേടാൻ വേണ്ടിയിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്, ഏത് വിഭാഗത്തിന് വേണ്ടിയാണോ സംഘടന ഉണ്ടാക്കുന്നത് ആ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സംഘടന എന്നതാണ് പൊതുവെയുള്ള ഒരു സ്ഥിതി. പക്ഷേ ഞാനിവിടെ കണ്ട ഒരു കാര്യം, കേട്ട ഒരു കാര്യം, ആ ഒരു കാര്യത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന നിലയിൽ നമ്മുടെ ഈ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, സംസ്കൃതിയെക്കുറിച്ച്, സഹജീവികളെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളെയും വിഷമങ്ങളെയും പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്. ഉള്ളൂർ പറഞ്ഞതുപോലെ, തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് കവി പറയുന്നുണ്ട്. അങ്ങനെ താൻ തൻ്റെ കാര്യം മാത്രം ചിന്തിക്കുക, തൻ്റെ ഉയർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, തൻ്റെ കൂടെയുള്ളവരുടെ ഉയർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന സ്വാർത്ഥതയ്ക്ക് പകരം വ്യഷ്ടി എന്നതിൽ നിന്ന്, വ്യക്തി എന്നതിൽ നിന്ന് സമഷ്ടിയിലേക്ക്, സമൂഹത്തിലേക്ക് തൻ്റെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കുക, തൻ്റെ ചിന്തകളെ പടർത്തുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ സംഘടന അതിൻ്റെ ബീജാധാനം തൊട്ട് പ്രവർത്തിച്ചത് എന്ന വളരെ ചാരിതാർത്ഥ്യജനകമായ, അഭിമാനകരമായ, അഭിനന്ദനകരമായ കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. സേവാപ്രവർത്തനത്തിൻ്റെ മറുവാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന, സേവന പ്രവർത്തനത്തിൻ്റെ ആൾരൂപം എന്ന് പറയാവുന്ന സേവാഭാരതിയുടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താവ് വേദിയിലുണ്ട്.